വരൂ. പ്രിയകരമൊരു നവഗീതം വിരിയണമതിലയ ഭാവം. പ്രിയകരമൊരു നവഗീതം വിരിയണമതിലയ ഭാവം. നാദങ്ങളായി നീ വരൂ, രാഗങ്ങളായി തേൻ തരൂ. മധുര മധുര സ്വര നിരകൾ നിറയുമകതളിരിൽ വിളയുമൊരു താളം. ലളിത സരള പദമൊഴുകി വഴിയുമൊരു പുതിയ കവിതയുടെ ഈണം. ഗരി ഗരി സനി രി സനി പ പനി പനി സനി സരി സരി ഗരി ഗ പനി സ. രി സനി രി സനി പ ഗ പനി സനി പനി പ ഗ പ ഗരി ഗരി സനി സ. മധുര മധുര സ്വര നിരകൾ നിറയുമകതളിരിൽ വിളയുമൊരു താളം. ലളിത സരള പദമൊഴുകി വഴിയുമൊരു പുതിയ കവിതയുടെ ഈണം. മോഹം പുളകതരമോദം, മോഹം പുളകതരമോദം. നാദങ്ങളായി നീ വരൂ, രാഗങ്ങളായി തേൻ തരൂ. సరి సరి గప 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 ని సని స గరి గరి దని బరి సని పగరి సని సరి సరి గరి గప గప ని పని స. മലരി കരളിൽ ഹിമ കണിക ചൊരിയുമൊരു മാസം. ഇളമ പുണരുമിരു ചിറകു ചിറകുകളിൽ അമൃതു പകരുമൊരു നേരം. തൊഴുതു വിടരുമുഷ മലരി കരളിൽ ഹിമ കണിക ചൊരിയുമൊരു മാസം. ഇളമ പുണരുമിരു ചിറകു ചിറകുകളിൽ അമൃതു പകരുമൊരു നേരം. പ്രിയകരമൊരു നവഗീതം വിരിയണമതിലയ ഭാവം. പ്രിയകരമൊരു നവഗീതം വിരിയണമതിലയ ഭാവം. നാദങ്ങളായി നീ വരൂ, രാഗങ്ങളായി തേൻ തരൂ. എന്തോ വല്ലാത്ത ചലഞ്ചായി പോയല്ലോടാ. ചിത്ര ചേച്ചിയുടെ പാട്ടൊക്കെ പാടിയപ്പോ എങ്ങനെയുണ്ടായി? എളുപ്പമായിരുന്നോ? എളുപ്പമല്ല, കുറച്ച് ടഫായിരുന്നു. ചിത്രാമ്മ കൊടുക്കുന്ന മോഡുലേഷൻസ് ഒക്കെ കുറച്ച് എടുക്കാൻ ശ്രമിച്ചു. ഓക്കെ, ശ്രമം കറക്റ്റ് ആയോ എന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം. ശരത് സർ. മക്കളെ എന്തോ സുഖമാണോ? ആ സുഖം. നന്നായിട്ട് പാടി മോനെ. താങ്ക് യു സാർ. അപ്പൊ എനിക്ക് ആകെ തോന്നിയത് ഇപ്പൊ മക്കൾക്ക് ഒരു രണ്ട് ശബ്ദമുണ്ട് ഒരാളുടെ ശരീരത്ത്. ഒരു സമാധാനപ്രിയനും ഒരു കോപക്കാരനും, ഒരു ബലമുള്ള ആളും ഒരിങ്ങനെ ഇരിക്കുന്ന സോമാലിയയിലുള്ള ഒരു മനുഷ്യനും ഉണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ആ സോമാലിയയിലെ മനുഷ്യനെയാണ്. മക്കൾ സോഫ്റ്റായിട്ട് പാടുമ്പോൾ നല്ല സുഖമാണ് കേൾക്കാൻ. മറ്റേതൊരു എന്താ പറയുക, ഒരു ഷൗട്ടിങ് പോലെ നീ പാടുന്നത്. എനിക്കറിയാം മോൻ്റെ
ശബ്ദം ഇപ്പോൾ ഒരു മാറുന്ന രണ്ടും കെട്ട ഒരു സ്റ്റേജിലാണ് കുഞ്ഞുള്ളത്. ആ. അതുപോലെ മോനെ ചക്കര ആ ഗാന്ധാരം പിടിച്ച് നിർത്തുന്നില്ല ആദ്യം. അത് ഒന്നും അവിടെ കൊണ്ട് അമ്പോന്നങ്ങ് വിടരുത്. അല്ലെങ്കിൽ ഒന്ന് നീ കുറച്ച് പാടിക്കൊണ്ട് മൈക്ക് മാറ്റും. നിർത്താൻ മോന് പറ്റുന്നില്ലെങ്കിൽ നിർത്തുക ആക്കിയാൽ അത് ഓടായിരിക്കും മോനെ. എന്താ ഒന്ന് പാടാമോ? അത് എന്താണ് എന്തോ ഉണ്ടല്ലോ ആലാപിന്റെ എൻ്റെ ഇപ്പൊ കൊള്ളാം. അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോനെ കേട്ടാ. എന്നാലും അതുകൊണ്ട് മോനെ അങ്ങ് നിർത്തി അത് ഓടായിരിക്കും. അപ്പൊ നിനക്ക് അത് കുറച്ച് ശക്തി പിടിച്ചിട്ട് മൈക്ക് മാറ്റിക്കോ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പൊ അത് പിന്നെ കുഞ്ഞിനൊരു ഡൗട്ട് തോന്നിയപ്പോ പാറു അത് പ്രിയതരമാണോ പ്രിയകരമാണോ അങ്ങനെ 1008 ഡൗട്ടും കൊണ്ടാണ് കുഞ്ഞ് വന്നത്. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്കിത് എൻ്റെ അമ്മായി അച്ഛൻ്റെ പാട്ടാണല്ലോ. പെട്ടെന്ന് ചോദിച്ചാൽ പ്രിയതരമാണോ, പ്രിയതരമായിക്കൂടെ, പ്രിയതരമൊരു പ്രിയകരമൊരു എന്ത് വേണേലും ആവാമല്ലോ. ഇപ്പം എനിക്കൊരു ഡൗട്ട് വന്നു. ഞാൻ നേരെ ചിത്ര ചേച്ചിക്ക് മെസ്സേജ് ചെയ്തു, ചേച്ചി ഇത് പ്രിയതരമാണോ പ്രിയകരമാണോ? ശരത്തെ അത് പ്രിയതരമാണ് എന്ന് പറഞ്ഞ് ചേച്ചി ആദ്യം മെസ്സേജ്, ചേച്ചി എവിടെ ബിസിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി പാവം ഞാൻ ബുക്ക് എടുത്ത് നോക്കി ശരത്തെ അത് പ്രിയകരമാണ് എന്ന് ചേച്ചി എനിക്ക് പിന്നെയും മെസ്സേജ് ചെയ്തു. സച്ച് എ സ്വീറ്റ് ഹാർട്ട്. അപ്പോൾ ഇവന് വേണ്ടി അത് ചെയ്തതെന്ന് ഞാൻ. എന്നിട്ട് അത് മാത്രമല്ല, ഇതിൻ്റെ കമ്പോസറുടെ മകളുടെ അടുത്തും ചോദിച്ചു, ഇത് കരമാണോ തരമാണോ? മകൾ എൻ്റെ പൊണ്ടാട്ടി. അപ്പോൾ പൊണ്ടാട്ടി എനിക്ക് ഞാൻ 1008 കേട്ടുള്ളത് അത് കരമാണ് ശരത്തേട്ടാ. അപ്പം ഞാൻ പറഞ്ഞു, എങ്കിൽ നീ പോയി കരമടയ്ക്കുന്നു. ചിരിക്കണേ, ഈ മക്കളെ. അപ്പൊ മോനെ ചക്കര, അതുപോലെ നിന്റെ ഈ അനുപല്ലവി ഉണ്ടല്ലോ, അത് മോനൊന്ന് സോഫ്റ്റ് ആയിട്ട് പാടാമോ? പറ്റുമോ? മധുര മധുര സ്വര നിരകൾ നിറയുമക തളിരിൽ വിളയുമൊരു താളം, ലളിത സരള പദമൊഴുകി വഴിയുമൊരു പുതിയ കവിതയുടെ ഈണം. പനി പനി സനി സരി സരി ഗരിക പനി സ. അത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ മേളിൽ സോഫ്റ്റ് ആവുന്നത്. അത് വേണ്ട മോനെ. അപ്പോൾ അത് പിന്നെ മോനെ ഈ താളം നീ ഒന്ന് കൃത്യമായിട്ട് പിടിക്കണം കേട്ടോ. ആ സ്വരം, ആ രണ്ടാമത്തെ അത് ഒന്ന് പാടാം, സ്വരം ഒന്ന് പാടാമോ? പക്രു എടുത്തിട്ട് കൊട്ട്. സരി സനി പനി സരി സരി സനി പഗരി സനി സരി സരി ഗപ ഗപ തക്കട തരകട ഗപ ഗപ നി സനി സ ഗരി ഗരി സനി പനി സനി പഗരി സനി സരി സരി ഗരി ഗപ പനി സ. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. പിന്നെ ഒരു സ്വരം ഉണ്ടല്ലോ എവിടെയോ, ആദ്യത്തെ മോനെ ആ സ്വരം പോർഷനും അതെനിക്ക് ആ റിസനി അത് കുറച്ച് ഒന്ന് ലയത്തിൽ നിന്ന് പോയി. എപ്പോഴും നമ്മളൊരു ഇത് തക്കച്ചിക്കൻ 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 അതിനകത്ത് കിടക്കണ്ടേ. അപ്പോൾ നമ്മളത് ഇച്ചിരി ലൂസായി പോയാൽ അതിനൊരു സുഖമില്ല. അതിനകത്ത് വേറെ എന്തെങ്കിലും വരും, കുറച്ച് വലിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗ്രിപ്പ് അങ്ങ് പോകും മോനെ. ഒന്ന് ഒരു സർവ്വലോകം വായിക്കുമോ? നിരി നിരി ഗാരി സനി സഗാരി സനി സഗരി സനി ബഗരി സനി പാനി ഗരിക ഗപ ഗവരി നിരി ഗരി നി പാനി ഗരി സനി തരി ഗപ ഗരി സനി തരി ഗരി ഗപ ഗവരി പാനി സനി സഗരി സനി സനി സഗരി സനി സഗാരി സനി സഗരി ni sa ge ri sa ni sa ni ni ba ga ri sa ni sa ri ga sa ni sa ri ga sa ni sa ri ga. അത് ആ എപ്പോഴും തക്കച്ചിക്കൻ ഞാൻ ഒരെണ്ണം ഒന്ന് വലിച്ചതിന്റെ ഒന്ന് പുറകില് അതാകുമ്പോ അതൊരു സുഖമാണ് കേട്ടോ. അത് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഗരി സനി സനി ഗരി സനി സനി ഗരി നിരിക അത് ടക്കൻ ചിങ്കൻ ടക്കൻ ചങ്കും ടൊക്കം അതൊക്കെ ഇതിൽ പാടാം. പക്ഷെ അതും ആ കറക്റ്റ് നമ്മൾ ആ കാലപ്രമാണത്തിലായിരിക്കണം. ആ ഒരു ട്രിപ്ലറ്റ് വരുമ്പോഴും മോൻ അത് കൃത്യമായിട്ട് പാടണം. അതാ പറഞ്ഞു കേട്ടോ, എപ്പോഴും ലയം പ്രധാനമാണ്. ലയം എന്ന് പറഞ്ഞാൽ നമ്മളിത് എത്ര ഈ കണക്ക് പോകുന്നു അതിനകത്ത് തന്നെ നിൽക്കണം, നീ എന്ത് പാടിയാലും കേട്ടോ. ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. താങ്ക് യു പാച്ചു, വണ്ടർഫുൾ അക്കമ്പനിമെന്റ്. ഒന്ന് നിർത്താൻ വിചാരിച്ചാൽ നിർത്താനും പറ്റുന്നില്ല.
അപ്പം മക്കൾ അതൊന്ന് ശരിയായിക്കൊള്ളാം കേട്ടോ, അതേ ഉള്ളൂ. പിന്നെ ഇത് ഈ പാട്ട് ആരാ സെലക്ട് ചെയ്ത് തന്നെ കുഞ്ഞിന്? പാട്ട് ഞാനും അച്ഛനും അമ്മയും കൂടി സെലക്ട് ചെയ്ത്. അല്ല, നീ ആ കുഞ്ഞിനെ എന്താ ഈ ലിസ്റ്റ് ഇടുമ്പോൾ ചേർക്കാത്തത്? ആ നവമിയെ അത് ബോറ് പരിപാടിയാ. ആകെ ഒരു സിസ്റ്റർ അല്ലേ ഉള്ളൂ നിനക്ക്, അതിനെ കൂടെ സെലക്ഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുത്തണ്ടേ? ആള് കുറെ പാട്ട് തന്നിരുന്നു, അതിലൊക്കെ മെയിൽ വെർഷൻ ഉണ്ട്. ആണോ? ആ കുഞ്ഞ് അത്രയ്ക്ക് വളർന്നോ അവള്? രാഹുലെ 2.5 വയസ്സങ്ങാണ്ടേ ഉള്ളു. ഈ പാട്ടല്ലേ? മക്കളെ അത്രേ ഉള്ളു കേട്ടാ. ക്ഷണക്കത്തിലെ ആ രാഗം എന്ന് പറഞ്ഞ ആ സോങ്ങില്ലേ, അത് ഈ രാഗത്തിലുള്ളതാണോ? ആ രാഗം തന്നെ. ആ രാഗം ഈ രാഗം. ഈ ആരാഗം എന്നുള്ള പാട്ട് തന്നെ ഈ ഹംസധ്വനി ഒറ്റവട്ടം കേട്ടാൽ, ഒരു ലൈൻ കേട്ടാൽ ഹംസധ്വനി മനസ്സിലാവണമെന്ന് വിചാരിച്ച് ചെയ്തതാ കേട്ടോ. ആരെ ക്യാ ബാത്ത്? ചേച്ചി തുടങ്ങും. എന്താ പാട്? പാടാ, ഇതിന് അടുത്തിരുന്ന് അങ്ങ് മോളലോട് മോളെ പാടടേ. சார் உங்க பாட்டு சார், நீங்க ஸ்டார்ட் பண்ணுங்க சார். ഇല്ലല്ലോ, ശരത് സാറ് തുടങ്ങി വെക്കേ. എന്നാ ഞങ്ങൾ പിടിക്കാം. രാഹുലേ, എന്തോ മഞ്ചരി യെസ് സർ, എടു, ആയുധം എടു. എടുത്തിരിക്കുന്നു. മധുമയമാം രാഗം അനുപമലയകരനാദം ലാളനമായി നിരാമയമാം പരാഗണമായി ലാളനമായി നിരാമയമാം പരാഗണമായി ഉദയരാഗവര പരങ്കമുണരുകയായി എന്നരിയ ഹൃദയമന്ത്രപദതരങ്ങൾ ഉണരുകയായി വിദൂരതയാരാഗം മധുമയമാം രാഗം ആരാഗം അനുപമരേകരനാദം. താങ്ക് യു. ഓക്കെ ചേച്ചി, ആ രാഗം കേട്ട് 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 സന്തോഷിച്ചിരിക്കുന്ന ഒരു സമയം. നല്ലൊരു പാട്ട് മോനെ അസലായിട്ട് പാടി. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മോൻ്റെ ആ ഒരു ക്ലാസിക്കൽ മ്യൂസിക്കിലുള്ള ഒരു നോളജ് ശരിക്കും മനസ്സിലാവുന്നുണ്ട് ഈ ഒരു പാട്ട് പാടിയപ്പോൾ. മാത്രമല്ല ജ്ഞാനസ്ഥനാണെന്നും ആ ഒരു ഗാംഭീര്യതയുണ്ട് ശബ്ദത്തിൽ. ഹംസധ്വനി രാഗത്തിന് ചില പാട്ടുകൾ പാടുമ്പോൾ ഒരു ഗാംഭീര്യമായ ഒരു ശബ്ദം വേണം, അതുണ്ടായിരുന്നു. ആ ഒരു ശബ്ദത്തിലല്ല, കുഞ്ഞു കുട്ടിയാണെങ്കിൽ പോലും ആ ഒരു പ്രൗഢി പറ്റും എന്നുള്ളൊരു സംഭവം. പക്ഷേ ഇതിൽ പറഞ്ഞ മാതിരി ചില ഭാഗങ്ങളൊക്കെ സ്ട്രോങ് ആവുന്നു, ചില ഭാഗങ്ങളൊക്കെ കുറച്ച് സോഫ്റ്റ് ആയി പോകുന്നു. അപ്പോൾ ആ ഡൈനാമിക്സ് അങ്ങ് കുറച്ചും കൂടി ഒന്ന് ഗ്രൂമേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞ്, ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞ് ഒന്നത് കുറച്ചുകൂടി ഒന്ന് പഠിച്ചെടുക്കണം മോനെ. ഓക്കെ, അല്ലാതെ നല്ല അറ്റംപ്റ്റ് ഇത്തരത്തിലുള്ള പാട്ടുകൾ ഈ കുരുന്ന പ്രായത്തിലെടുത്ത് പാടാന്ന് പറയുന്നത് തന്നെ ഒരു ചലഞ്ചാണ്. മോനെ നല്ല ഭാവിയുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുറച്ച് നല്ല ഒരു ഘനഗംഭീരമായ ഒരു ശബ്ദമാണ്. ആ ഒരു ലൗഡ് വോയിസ് എന്ന് സോഫ്റ്റ് വോയിസിലേക്ക് പോകുന്ന ഒരു ബാലൻസ് ഇല്ലേ മോനെ, അതൊന്ന് പഠിച്ചാൽ മതി. അതൊന്ന് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ചില സ്ഥലത്ത് നമ്മളിങ്ങനെ ഇട്ടിച്ച് പൊളിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പാടുമ്പോഴേ എന്താ പറ്റിയെന്ന് എല്ലാവരും ചിന്തിച്ചു പോകും കേൾക്കുന്ന ആൾ. അപ്പോൾ കുറച്ചൊന്ന് ആ ഡൈനാമിക്സ് പഠിക്കുക, ഗംഭീരാക്കുക. മുന്നോട്ടുള്ള യാത്ര ഉഷാറാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. രാഹുലേട്ടാ മോനെ എന്തോ പറഞ്ഞല്ലോ, ശരത്തണ്ണാച്ചി പറഞ്ഞു, മഞ്ജരിയും പറഞ്ഞു അല്ലേ? അത് ഇതേ കാര്യങ്ങൾ തന്നെയാണ്, വേറെ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നി മോന് നല്ല സാധകമൊക്കെ ഉണ്ട്. ഇങ്ങനൊരു പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷേ മോൻ്റെ ശ്രുതി ഇപ്പോൾ ഈ പറഞ്ഞ വോയിസ് ടെക്സ്ചർ ചേഞ്ച് ചെയ്യുന്നൊരു സമയം ഉണ്ടല്ലോ അല്ലേ? ആ ഒരു അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു അരക്കട്ട കുറച്ചാൽ ഈ സ്ട്രെയിൻ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇത് ബിയിലാണ്, അത് കുറച്ച് ബിയിലാണോ ഉള്ളത്? അത് പാട്ടിന്റെ ഗുമ്മ പോകും. അത് ശരിയാണ്, അത് ശരിയാണ്, സത്യമാണ്, ഗുമ്മ പോകും. പക്ഷെ നമ്മള് ഹൈയിൽ പോകുമ്പോ നമ്മൾ സ്ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഗുമ്മിന് പകരം അത് ബമ്മായി മാറും. മക്കളെ, രാഹുൽ പറഞ്ഞ എന്താണെന്ന് മനസ്സിലായി. നീ ഈ മേളിൽ കിടന്ന് അലറുന്നതുകൊണ്ട് അതിലൊരു സ്വസ്ഥത കിട്ടുമല്ലോ എന്നുള്ളതുകൊണ്ടാണ്. കാര്യം രാഹുൽ ഒരു ഉഗ്രം കമ്പോസറാണ്, എത്ര പേരെ കൊണ്ട് പാടിക്കുന്നതാണ്. അപ്പൊ അത് രാഹുൽ പറയുന്നത് എപ്പോഴും ഒരു സീരിയസ് ആയിട്ട് എടുക്കാം. ഗുമ്മ അവൻ കറക്റ്റാ പറഞ്ഞിപ്പോ നാദങ്ങളായി നീ നമുക്ക് കിട്ടുന്ന നാദങ്ങളായി നീ അങ്ങനെ പാടിയ അത് കണ്ണൂരാജ് മാഷ് ഓൾറെഡി മരിച്ചു. അദ്ദേഹത്തിന് ഒന്നും കൂടെ കൊല്ലരുത് കേട്ടോ. അതല്ല പറഞ്ഞത്, ഒരു അരക്കട്ട കുറഞ്ഞാൽ ചിലപ്പോൾ ഇത്ര സ്ട്രെയിൻ. കാരണം ഈ പാട്ട് നമ്മൾ സാധനം പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ എത്രയോ തവണ പാടേണ്ടി വരും. ആ പാടുമ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ വോയിസ് സ്ട്രെയിൻ ഉണ്ടാവുകയല്ലേ.
അല്ല മോനിപ്പോൾ പെർഫോമൻസിന് മുമ്പ് പോലും പലതവണ പാടി നോക്കിയിട്ടുണ്ടാവും, അപ്പോഴൊക്കെ ചിലപ്പോൾ സ്ട്രെയിൻ വന്നിട്ടുണ്ടാവും, അതങ്ങനെ ഉണ്ടല്ലോ അല്ലേ? അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ പറഞ്ഞാലും നമുക്ക് ഹൈ ഉള്ളൊരു പാട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വോയിസ് ടെക്സ്ചറൊക്കെ മാറുന്ന കാലമായതുകൊണ്ട് മാത്രം പറഞ്ഞാണ്, അല്ലെങ്കിൽ പ്രശ്നമില്ല. എനിക്ക് ഏറ്റവും എപ്പോഴും ഹൈയിലേക്ക് പോകുന്ന ഇഷ്ടം. കൂടുതൽ നമുക്ക് ഭയങ്കരമായിട്ട് എനർജി ത്രോ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഹൈ പിച്ചിലോട്ട് പോകുമ്പോൾ പ്രായത്തിന്റെയും കൂടെ ആയിരിക്കും. ഉണ്ട് എക്സാക്ട്ലി അത്രേ ഉള്ളൂടാ. ഓക്കെ, താങ്ക് യു രാവിലേട്ടാ. യെസ്, അപ്പൊ ഇനി മാർക്സ് കമന്റ്സ് കഴിഞ്ഞ് മാർക്സ് വെക്കാം. ഓക്കെ ചേച്ചി 8.5. താങ്ക് യു മാം. താങ്ക് യു. ശരത് സാർ 8.6. താങ്ക് യു സാർ. രാവിലേട്ടാ 8.7. താങ്ക് യു സാർ. 5, 6, 7. ഏറ്റവും കൂടുതൽ മാർക്ക് തന്നിട്ട് അതിനൊരു വിഷമം. 8.7. ഓക്കെ, സോ ടോട്ടൽ 25.8. അടിപൊളി, സൂപ്പർ.